ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റിംഗ് വൈബ്സ്. അപ്പോൾ ദാ ഞങ്ങളിപ്പോൾ സമയം എത്ര വെച്ച് കഴിഞ്ഞാൽ 11:06 ആണ് വ്ളോഗ് എടുക്കുന്നത് കേട്ടോ. രാത്രി ഞാൻ, ഷെബു, കുട്ടികൾ, ഉമ്മ, ഞങ്ങളെല്ലാവരും കൂടെ എവിടേക്ക് പോകുന്നു? എയർപോർട്ടിലേക്ക് പോവാണ്. നമ്മളെ പ്രിയപ്പെട്ട ഒരാൾ വെക്കേഷനിൽ കഴിഞ്ഞാണ്ട് തിരിച്ചു വരുന്നുണ്ട്. അവരെ കൂട്ടാൻ വേണ്ടി പോവാണ്. രാത്രി 1 മണിക്കാണ് ഇറങ്ങുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മളെ കൂടെ നമ്മളെ അക്കിമാമിട്ടുണ്ട്, കുട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. ആരാണ് ഏതാന്നൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മനസ്സിലാവൂലേ. ഞങ്ങളിവിടെ കുറച്ച് കാലമായിട്ട് ഒറ്റപ്പെട്ട് ഇരിക്കുകയായിരുന്നല്ലേ ഷെബു. നമ്മളെ വെക്കേഷൻ ഞങ്ങൾ ഓരോ നാട്ടിലും പോയി. ഞങ്ങളിവിടെ ആരാണ് ഏതാന്നൊക്കെ ഏകദേശം മനസ്സിലാക്കിയും എന്തായാലും ഒഫീഷ്യലായിട്ട് എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ കാണാം അല്ലേ. എത്ര മാസമായി വെക്കേഷൻ നാട്ടിൽ പോയി പോലെ? 2 മാസമായില്ലേ. 2 മാസം എന്ന് പറഞ്ഞാൽ ലോങ് ടൈം, ഒരു കൊല്ലം മാതിരിയായിട്ടോ. കാരണം വെച്ചാൽ ഞങ്ങൾ വീക്കെൻഡിൽ അങ്ങോട്ടാ പോവുക, അല്ലെങ്കിൽ ഓല് ഇങ്ങോട്ട് വരും. ഞങ്ങൾ ഫുൾ ടൈം എല്ലാവരും ഒരുമിച്ചുണ്ടാവും. അപ്പോൾ ഓല് പോയപ്പോൾ വ്യാഴം, വെള്ളി, വ്യാഴം മോസ്റ്റ്ലി ഓലെ മിസ് ചെയ്യുന്ന ദിവസങ്ങളാണ്. അപ്പോൾ ഓല് വെക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ട് കൊണ്ടാക്കാൻ നമ്മൾ പോയിരുന്നു, ഇനി കൊണ്ടുവരാൻ നമ്മൾ പോവാണ്. നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാരും ഒരുമിച്ചായിരുന്നു പണ്ട്. ഇപ്പൊ പിന്നെ അത് വീണ്ടും തുടങ്ങി. വീണ്ടും നമ്മള് വെക്കേഷൻ ഒക്കെ പോവാ, നമ്മൾ ഒറ്റക്ക പോക്ക്. ഇങ്ങനെ എയർപോർട്ടിൽ ആരും കൊണ്ടാക്കാനൊന്നും ഉണ്ടാവില്ല, റേനാമി ആരുണ്ടാവില്ല. ഇപ്പൊ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തേക്കാണ്. എന്തായാലും ഞങ്ങൾക്ക് ഓരോ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മളെ എന്താ പറയാ എന്തല്ല. അപ്പം ഞാൻ നമ്മൾ പോണ വിശേഷങ്ങളാണ്. ഫുഡ് കാര്യങ്ങളും കഴിച്ചിട്ടില്ല. പോണ വഴിക്ക് ഫുഡ് കാര്യങ്ങളും കഴിക്കാന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 11 മണി ആയിട്ടുള്ളൂ. ഇപ്പോൾ 12 മണിക്ക് അവിടെ ഇറങ്ങാം. ഞങ്ങൾ നേരത്തെ റെഡിയായി നിൽക്കുന്നുള്ളൂ. 1 മണിക്കാണ് പോലെ എയർപോർട്ടിൽ ഇറങ്ങും. 1 മണിയാകുമ്പോൾ എയർപോർട്ടിൽ എത്താൻ മതി. എന്തായാലും ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അല്ലേ, നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടില്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കയറി, ഇത് കുറച്ച് 2-3 ദിവസം മുന്നേ വീഡിയോസൊക്കെ ഇട്ടിന്. എല്ലാവരും കയറി ചെക്കൗട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ പുതിയ ഹെയർ സ്റ്റൈലൊക്കെയാണ്. മുടിയൊക്കെ വളർത്തുന്നത്. ഇപ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ വെട്ടാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ അതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ KFC ഫ്രൈഡ് ചിക്കൻ ഫാമിലി സെക്ഷൻ ഉണ്ടായിരുന്നില്ലല്ലോ. മിക്സ്ഡ് ആണല്ലേ. കുറേ ആയില്ലേ KFC കഴിച്ചിട്ട്? ഞാനും കുറേ ആയി, ഷെബും കുറേ ആയി. ഞങ്ങൾ നാടൻ ബ്രോസ്റ്റിന്റെ ആൾക്കാരാണ്. അവൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അവൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു. ഇവനും കൂടി ഞങ്ങളിങ്ങനെ എയർപോർട്ടിൽ പോർപ്പിച്ചാന്നാവും. നമ്മളിങ്ങനെ ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പോയിക്കണേ ആക്കണേ. അന്നെ ഫ്രൈ ആക്കുമല്ലേ അവിടെ പോ. ലെഗ് പീസ് ആകും പിന്നെ ഞങ്ങൾക്ക് കിട്ടുക. ബണ്ണ് ചൂട് ബണ്ണില്ലേ. ഇപ്പം നമ്മളെ 12 മണിയായിട്ടോ. അങ്ങനെ ഞങ്ങളിതാ നമ്മളെ ദമ്മാം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. കറക്റ്റ് ടൈം ആട്ടോ, 12:52. 1 മണിക്കാണ് ഇറങ്ങുക. ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഒരു ഇവിടെ എത്തിക്കണേ. ഇൻഷാ അല്ലാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പോകുന്നപ്പോൾ ഇങ്ങനെ അതൊക്കെ ചെല്ലേ.
അങ്ങോട്ട് ചെല്ല്. ഓ അവിടെ ഉണ്ട്, ഞങ്ങളെ കൂടെ ഉണ്ട്. മുത്തുമണിയേ എനിക്ക് മാറ്റുന്നില്ല, ചെറുക്കാനെടുത്തു. കുടിച്ച് നീപ്പിച്ചു മാമിയെ. ഉറക്കം നീച്ചക്കാണ്, നീ നോക്കണ്ട്. നിക്ക് 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 നോക്ക നോക്ക. ആ നിക്ക്. ഏതാണ് ഇവന്മാരെ കയ്യുമോല് കണ്ടീനല്ലേ? നമ്മൾ എയർപോർട്ടിൽ നിന്നൊക്കെ പോകുന്നത് പോലെ വീട്ടിലാക്കിയിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ റൂമിലെത്തിട്ടോ. അപ്പോൾ ആരാ വന്നത് ഏതാണെന്ന് നമുക്ക് അറിയില്ലേ. ഇവരൊക്കെ ഉറങ്ങിയേന്, ഉറക്കത്തിൽ നിന്ന് വാമയിക്കണം. ഇപ്പോൾ സമയം നോക്കി നിങ്ങൾ 2:21 ലവിഞ്ഞ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ.